ഒരാൾക്ക് കോടീശ്വരനാവാൻ എത്ര സമയം വേണം? കോടീശ്വരൻ എന്ന വാക്കിൽ തന്നെ ഒരു ഈശ്വരീയത അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഭാരതീയ സങ്കല്പത്തിലും വിവിധ മതദർശനങ്ങളിലും എല്ലാം കോടികൾ ഉള്ള മനുഷ്യന് ഈശ്വരന്റെ ധർമ്മം ചെയ്യാൻ കഴിയും എന്നാണല്ലോ വിശ്വാസം. തന്നെയുമല്ല, അത് പ്രായോഗികമായും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ഒരു സാധുവായ ഒരു അമ്മ, ക്യാൻസർ ബാധിതയായ ഒരു അമ്മ സഹായം ആവശ്യപ്പെടുകയാണ്. നമ്മൾ എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് പരിതപിക്കുന്നു, അയ്യോ കഷ്ടമായി പോയി എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആ അമ്മയ്ക്ക് ആവശ്യം ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ്. ആദ്യമായി പണത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ വിചാരങ്ങൾ മാറ്റുകയും പണമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന ചിന്ത മാറ്റിയിട്ട് പണമാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്ന യാഥാർത്ഥ്യ ചിന്തയിലേക്ക് നമ്മൾ വരികയും വേണം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരാൾക്ക് കോടീശ്വരനാവാൻ എത്ര നാൾ വേണമെന്നാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് സമ്പത്ത് ഉണ്ടാവണമെന്നും കോടീശ്വരനാവണമെന്നും എല്ലാം. അപ്പൊ അതിനായിട്ട് അത്ഭുത വിദ്യകളൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാവാൻ അയാൾക്ക് ലംസമായിട്ട് ഇവിടെ നിന്നെടുത്ത് വലിയ തുക ഒരു ലോട്ടറിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിൽ അയാൾക്ക് കിട്ടണം. അല്ലാത്തിടത്തോളം കോടീശ്വരനാവാനായിട്ട് ഒരു അത്ഭുത പരിപാടികളൊന്നുമില്ല. വലിയ റിട്ടേൺ കിട്ടുന്ന എല്ലാ പദ്ധതികളും സ്കാം ആണെന്ന് വിവിധ വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാള് വലിയ റിട്ടേൺ തരാമെന്ന് 100% ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇന്നല്ലെങ്കിൽ നാളെ ആ സംവിധാനം പൂർണ്ണമായി ഇല്ലാതാവും. കാരണം ഒരാൾക്ക് പോലും ഗ്യാരണ്ടീഡ് റിട്ടേൺ വലിയ അളവിൽ തരാൻ കഴിയില്ല. അപ്പൊ ചുരുക്കത്തിൽ ഒരാളുടെ കോടീശ്വര സ്വപ്നത്തിലേക്കുള്ള അയാളുടെ ചുവടുവെപ്പ് എങ്ങനെയായിരിക്കണം? ഒന്നുകിൽ നമുക്ക് വലിയ ഒരു തുക കുറഞ്ഞ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇത് രണ്ടും ശരിയായ മെത്തേഡ് തന്നെയാണ്. പക്ഷെ രണ്ട് വീക്ഷണങ്ങളാണ്. രണ്ട് വ്യത്യസ്ത സാഹചര്യമുള്ള മനുഷ്യർക്കാണ്. ഒരുമിച്ച് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ സമയം മതിയാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 50,000 രൂപ ഒരാള് 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റില് ഒരു 9 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന് 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ 30,000 ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് 11 വർഷം കാത്തിരിക്കേണ്ടി വരും. 20,000 ആണെങ്കിൽ 13 വർഷവും 15,000 ആണെങ്കിൽ 15 വർഷവും കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ഇത്രയൊന്നും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് 5,000 രൂപ 24 വർഷം മാറ്റിവെച്ചാലാണ് അദ്ദേഹത്തിന് 1 കോടി രൂപ ഉണ്ടാക്കാൻ കഴിയുക. അപ്പൊ ഇത് വലിയ യാഥാർത്ഥ്യമാണ്. ഒന്നുകിൽ വലിയൊരു തുക കുറഞ്ഞ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞ തുക ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ മാത്രമേ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകൾക്ക് അബദ്ധം പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗം എന്ന് വെച്ചാൽ അവര് ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. എന്റെ അടുത്ത് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ പറ്റുക? അതിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ ലാഭം കിട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് നമുക്ക് അതിന് പറ്റുക എന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അപ്പൊ അവരോടൊക്കെ നമ്മൾ പറയുന്ന കാര്യം, നിങ്ങളുടെ അസറ്റ് ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അത് കൃത്യമായി ഒരു നല്ല എൻട്രി പോയിന്റിൽ നിന്ന് എവിടെയാണ് നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യുന്നത്, അഥവാ നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങുന്നത് എവിടെയാണ് അത് വിൽക്കുന്നത്, ഏത് സമയത്താണ് എന്നതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അദ്ദേഹത്തിന് കിട്ടുന്ന വളർച്ച കുറഞ്ഞ കാലത്ത് സെല്ല് ചെയ്തും അവിടെ ഇവിടെയൊക്കെ ചാടി നടക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ദീർഘകാലത്തേക്കാണ് ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും വലിയ വെൽത്ത് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോ ഒരാൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കാൻ എത്ര നാള് വേണമെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയില്ല. അത് അദ്ദേഹത്തിന്റെ റിസ്ക് അപ്പറ്റൈറ്റും അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളും അദ്ദേഹത്തിന് എത്ര രൂപ ഒരു മാസം അല്ലെങ്കിൽ ഇനീഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നതിനെ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് മാത്രം പറയാൻ കഴിയുന്ന ഒരു വലിയ ഉത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രകളിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അതുപോലെ ഹയർ റിട്ടേൺ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരാൾ ഗ്യാരണ്ടി പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി അതിൽ നിക്ഷേപിക്കരുത്. അത് നമ്മെ എന്നെന്നും ഓർത്തോർത്ത് ദുഃഖിക്കാൻ പാകത്തിന് നമ്മെ വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിടും എന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സമ്പാദിക്കുന്ന സമ്പാദ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ റിസ്ക് പ്ലാനിങ് വളരെ കൃത്യമായി നടത്തപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ടൈം ഇൻഷുറൻസോ ഇല്ലാതെയാണ് ഈ വെൽത്ത് ബിൽഡിംഗ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ വെൽത്ത് ബിൽഡിംഗ് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിയില്ല. ഈ ഒരു പരമ യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് യാത്രകളിൽ മുന്നോട്ട് പോകാം. നിങ്ങളുടെ സാമ്പത്തിക യാത്രയിലെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഹെൽപ്പിനും
താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.